പ്രിയ, താങ്കളും ഇതുപോലെ ചെറിയൊരു അപകടത്തിൽപ്പെട്ടു അല്ലേ? ഞാൻ പെട്ടതല്ല, ആക്ച്വലി എന്നെ വഴി ബാക്കി പേരുടെ കാശ് കുറെ പോയി. താങ്കൾ എവിടെയാ വീട്? ഞാൻ പനമ്പള്ളി നഗറിലാണ് താമസിക്കുന്നത്. എന്താ ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പോ? ഞാൻ സ്വന്തം കമ്പനി ഉണ്ട്, ട്രെയിനിങ് ഫോർ യു, കേരള പോലീസിന്റെ ഒഫീഷ്യൽ കോച്ചും കൂടിയാണ്. എന്നെയാണ് പറ്റിച്ചത്. എന്താ സംഭവിച്ചത്? ഞാൻ ജോലിയിലായിരുന്നു. അപ്പൊ ഒരു പെർട്ടിക്കുലർ നമ്പറിന് എനിക്കൊരു നിൽക്കാതെ കോള് വന്നു. അപ്പൊ ഞാൻ സമയോ ആഫ്റ്റർനൂൺ എല്ലാം ഉറങ്ങാൻ നേരത്താ. ഞാൻ ഇവരെയൊക്കെ കേൾക്കുമായിരുന്നു, ഓൾമോസ്റ്റ് സെയിം പാറ്റേൺ. പക്ഷെ ഇവരുടെ മൂന്നുപേരുടെ അല്ല, ഒരു ന്യൂ കേസാണ്. അപ്പൊ നിക്കാതെ കോള് വന്നപ്പം അറിയാത്ത കോളിന് ഞാൻ നമ്പർ എടുക്കില്ല. പിന്നെ ഒരു 8 ലൈക്ക് ദർ ഇസ് നോ ഗ്യാപ്പ്. ഞാൻ ട്രെയിനിങ്ങിലായിരുന്നു. അപ്പൊ ഗ്യാപ്പ് ഇല്ലാതെ കോൾ വന്നപ്പോ ഐ തോട്ട് സംബഡി സീരിയസ്ലി ഇല്ലോ സംതിങ്. അപ്പൊ എടുത്ത വടനെ പറഞ്ഞു ഐ എം ഫ്രം ബ്ലൂ ഡാർട്ട് ആൻഡ് പ്രിയ ശിവദാസ് അല്ലേ, ഞാൻ തൃപ്തി ലൈനിലുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ആൻഡ് എവറി കോൺവെർസേഷൻ ഇസ് ഇൻ ഇംഗ്ലീഷ്. അപ്പൊ തൃപ്തി ലൈനിലുണ്ട് ഞങ്ങളുടെ ഐ മീൻ കമ്പനിന്ന് ഒരാളുണ്ട്. അപ്പൊ തന്നെ എന്റെ മൈൻഡിൽ ഓടി, ഓ കൊറിയർ പറ്റിക്കുന്നത്. ഞാൻ പറയും അവിടെ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കൊടുത്തോ, കൊറിയർ അല്ലേ പറഞ്ഞു. അപ്പൊ പറഞ്ഞു മാം 1 സെക്കൻഡ് ഇറ്റ് ഇസ് എമർജൻസി എന്ന് പറഞ്ഞു. ഞാൻ പിന്നെയും ഫോൺ കട്ട് ചെയ്തു. പിന്നെയും കോള് വന്നിട്ട് പറഞ്ഞു മാം ഞങ്ങളുടെ ആൾക്ക് വയ്യ, ഹി മൈറ്റ് ഫെയിന്റ്. കാരണം പുള്ളി അവിടെ ഫുള്ള് വീട് പരതിയിട്ട് മാമിന്റെ വീട് കണ്ടില്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു പക്ഷെ ഞാൻ കൊറിയർ കൊടുത്തിട്ടില്ല, അന്ന് വീട്ടിൽ നിന്ന് ആരെങ്കിലും കൊടുത്തായിരിക്കും. Again I cut, again the phone came 5-6 times, but this time as Vani ma'am said, he was very psychological. He said ma'am a courier boy might faint. Appo avanu theera vayya ma'am onnu help cheyo. He's conversing in English. I said how can I help? Ipo video ittillengi courier povunu കാരണം മൈൻഡിൽ ഉണ്ട് ഇവര് തട്ടിപ്പുകാരാണെങ്കിലോ. അപ്പൊ പറഞ്ഞു എക്സ്ക്യൂസ് മീ മാം, ആക്ച്വലി there's a latest technology. അപ്പോൾ മാമിന്റെ ടൈം പോവില്ല, ആ ടെക്നോളജിയിൽ മാമിന്റെ വീട് അഡ്രസ്സ് കണ്ടുപിടിക്കാൻ പറ്റുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു അതെങ്ങനെയാ? അത് മാം ഇപ്പൊ ഞാൻ വിളിച്ച നമ്പറിൽ തിരിച്ചു വിളിച്ചാൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മാമിന്റെ അഡ്രസ്സ് ഡാറ്റയിലുള്ളത് ഈസ് വെരി ഫാസ്റ്റ് ആൻഡ് ആസ് ഷീ റൈറ്റ്ലി സെഡ് വെരി കൺവിൻസിങ്. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും OTP അല്ലല്ലോ, അപ്പം പറ്റിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ ഫോണ് എൻ്റെ ഒരു ട്രെയിനിക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഡയൽ ചെയ്യുമെന്ന്. അങ്ങനെ 3 പേര് ട്രൈ ചെയ്തിട്ട് ആ നമ്പർ കിട്ടിയില്ല. പിന്നെ ഈ ഫോണിൽ നിന്ന് നിൽക്കാതെ കോൾ വന്നു. അപ്പം ഞാൻ പിന്നെ എടുത്ത് പറഞ്ഞു മാം വിളിച്ചില്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 3-4 പ്രാവശ്യം വിളിച്ചല്ലോ മാമിന്റെ ഫോണിൽ നിന്നല്ലേ വിളിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല എന്റെ ഫോണിൽ നിന്നല്ല, മാമിന്റെ ഫോണിൽ നിന്ന് വന്നാലേ ടെക്നോളജി വർക്ക് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓ ബട്ട് ഐ എം നോട്ട് ടെക്നോളജിക്കലി അപ്ഡേറ്റഡ്. അപ്പൊ ടെക്നോളജിയിൽ ഇങ്ങനത്തെ പുതിയ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ഓ മാം അപ്ഡേറ്റഡ് അല്ല അല്ലേ, മാം ഈ നമ്പർ അടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഉടനെ ഇപ്പൊ പറഞ്ഞ ലാസ്റ്റിൽ പറഞ്ഞ സാധനം ഞാനാ ചെയ്തത്. എനിക്കൊന്ന് ഞാൻ ആദ്യമായിട്ട് ചെയ്തതെന്ന്. ഞാനത് അപ്ഡേറ്റ് ചെയ്തു, ഞാൻ മറന്നു. ഇറ്റ് വാസ് എ വെരി ബിസി ഡേ. അപ്പൊ ഞാൻ ക്ലാസ് കണ്ടിന്യൂ ചെയ്തു, ഞാൻ ഒന്നും അറിയത്തില്ല. ക്ലാസ് കഴിഞ്ഞ് I think 20 minutes was over. I just took the phone. എൻ്റെ ഫോണ് പോകുന്നില്ല. വാട്സപ്പ് അടിച്ചു, വാട്സപ്പ് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ യൂഷ്വലി അങ്ങനെ കംപ്ലൈൻറ്റ് വരും. അപ്പോൾ ഫോണിൻ്റെ ഒരു ഇഷ്യൂ ആണെന്ന് വിചാരിച്ച് ഞാൻ ടൈം എടുത്ത് താഴോട്ടേക്ക് പോകുമ്പം ആ സെൻറ്റർ ഹെഡ് എനിക്കൊരു മെസ്സേജ് അയച്ചു, കം ടു മൈ ക്യാബിൻ ഇമ്മീഡിയറ്റ്ലി എന്ന്. അപ്പം ഞാൻ വെച്ചു എന്തോ വർക്ക് റിലേറ്റഡ് ആണെന്ന് വെച്ചാൽ പതുക്കെ പോയി, കാരണം എന്തെങ്കിലും നാഗ് ചെയ്യാനായിരിക്കും എന്ന് വിചാരിച്ചു സെൻറ്റർ ഹെഡ് ആയതുകൊണ്ട്. പക്ഷെ ഞാൻ അവിടെ എത്തപ്പോഴേക്കും എല്ലാവരും ഓടി വന്നു. ഐ തിങ്ക് യുവർ ഫോൺ ഇസ് ആക്ട്. ഞങ്ങൾക്കൊക്കെ മെസ്സേജ് വന്നു 50,000 വേണം. ഞാൻ പറഞ്ഞു എൻ്റെ ഫോൺ ആക്ട് ഒന്നുമില്ല, OTP ഒന്നും ഞാൻ കൊടുക്കൂലേ, ഞാനെല്ലാം അപ്ഡേറ്റഡാ. അപ്പോൾ പറഞ്ഞു അതൊന്നുമല്ല, ഇറ്റ് ഈസ് ഹാക്ഡ് എന്ന്. അപ്പോൾ ഐ വാസ് ഷോക്ക്ഡ്. ഹാക്ഡായെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഇമ്മീഡിയറ്റ് ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് പറഞ്ഞു എല്ലാവരുടെയും ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് ഇട്ടോ, DP മാറ്റി, FB പ്രൊഫൈൽ മാറ്റി, എല്ലാം മാറ്റി. അപ്പം എൻ്റെ അടുത്ത് ഒരു കൊളീഗ് വന്നിട്ട് പറഞ്ഞു പ്രിയ ആരെങ്കിലും പൈസ കൊടുക്കുമോ? ഞാൻ പറഞ്ഞു ഇപ്പം എല്ലാവർക്കും അവെയറല്ലേ തട്ടിപ്പിനെ പറ്റിയിട്ട്, ആരും ഇട്ടൊന്നും കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞു പ്രിയ എന്നാലും നമുക്ക് പറയാൻ പറ്റത്തില്ല, മെനി പീപ്പിൾ വുഡ് നോട്ട് ബി അവെയർ, വൈ ഡോണ്ട് യു റൺ ടു ദ പോലീസ് സ്റ്റേഷൻ. ഞാനപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഞാനപ്പോൾ അവിടെ നിന്ന് ഉടനെ കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ എനിക്ക് സെൻറ്ററിൽ നിന്ന് ഒരു കോള് വന്നു. എൻ്റെ ഒരു കൊളീഗ്, I only say hi to him. He has already put 50,000. പിന്നെ ഞാൻ അറിയുന്ന ആക്ച്വലി ക്ലോസ് സർക്കിൾ ആരും ഇട്ടില്ല, കാരണം DP മാറ്റിയല്ലോ. DPയിൽ ഹാക്ട് എന്ന് തന്നെ ഇട്ടു. പക്ഷെ കുറച്ച് നമ്മൾ അറിയാത്ത പേര്, കാരണം ഇയാൾ വാട്സപ്പ് എടുത്തിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ എല്ലാവരോടും പറയുന്നത് നിങ്ങളുടെ മാം ഒരു വലിയ പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ്, മാമിന് കാർഡ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പം നിങ്ങളൊരു 25 to 50 അയക്കണം എന്ന്. ഐ തിങ്ക് വിത്തിൻ ദാറ്റ് 40 minutes പോലീസിന് അവിടുന്ന് എന്തോ ചെയ്തു, അങ്ങനെ ആ നമ്പർ റിട്രീവ് ചെയ്തു. ഹി ടുക്ക് ഓൾമോസ്റ്റ് 1 lakh.
അത്രയും സമയത്തിനിടയ്ക്ക് ആ ഇടയ്ക്ക് അപ്പൊ ഐ വാസ് ഷോക്ക്. ആ ഒരു ടൈമിന്റെ ഇടയ്ക്ക് പിന്നെ വാട്സപ്പ് നമുക്ക് തിരിച്ചു കിട്ടത്തില്ലല്ലോ. അതിന്റെ ഇടയിൽ ഗ്രൂപ്പ്സിലൊക്കെ എൻ്റെ ഫ്രണ്ട്സ് പോയി അവർ പറയുമ്പോൾ അവരെയൊക്കെ റിമൂവ് ചെയ്യുന്നുണ്ട്. സോ ഐ തിങ്ക് ഹി വാസ് നോട്ട് ഹി, ഇറ്റ് ഇസ് എ ഗ്രൂപ്പ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.